ഇന്ന് ഞാൻ നമ്മുടെ ബ്യൂട്ടി തെറാപ്പിസ്റ്റ് കോഴ്സ് പഠിക്കുന്ന തേർഡ് ബാച്ചിൻ്റെ കൂടെ ഒരു വൺ ഡേ ട്രിപ്പ് പാലക്കാട്ടേക്ക് പോകണം കേട്ടോ. പുലർച്ചെ 4 മണിക്കാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. രാവിലെ 8:30 നമ്മൾ പാലക്കാട് എത്തിയിട്ടുണ്ടായിരുന്നു. വണ്ടി ഇറങ്ങി ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോയത്. ഞാൻ ദോശയും ചൂടുവടയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഫുഡ് കഴിച്ച് പിന്നെയും നമ്മൾ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ സ്പോട്ട് വരിക്കാശ്ശേരി മനയാണ്. അവിടെ 17 കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ ടോട്ടൽ എൻട്രി ടിക്കറ്റും ക്യാമറയിൽ ഫോട്ടോസ് എടുക്കുന്നതിന് അടക്കം 710 രൂപയായിരുന്നു ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വരിക്കാശ്ശേരി മന. ഏകദേശം 150ഓളം മലയാളം ഫിലിംസ് ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മെയിൻ ഡോർ കൂടെ മനയിലേക്ക് കയറാൻ അലൗഡ് അല്ല. സൈഡ് ഡോർ കൂടെ നേരെ നമ്മൾ ഈ കാണുന്ന നടുമുറ്റത്തേക്കാണ് വരുന്നത് കേട്ടോ. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഈ മനയിലുള്ള സ്പോട്ട് ഇതാണ് കേട്ടോ. കൂടുതൽ ആൾക്കാരും ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്. ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും ഒക്കെ അവർ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇത്രയും ഫോട്ടോസ് നമ്മൾ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ മനയുടെ ഉള്ളിലേക്ക് പോയി കേട്ടോ. അവിടെ ഈ വിറകുപുര കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പുറകിലേക്ക് പോയപ്പം ഒരുപാട് വയലുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ നമ്മുടെ കൂടെ വന്നിട്ടുള്ള എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അവിടെ ഒരു കിണറിൻ്റെ സൈഡിൽ നിന്ന്. ഈ ഒരു കിണർ ഞാൻ ഒത്തിരി ഫിലിംസിലൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ കപ്പിളിൻ്റെ സേവ് ദ ഡേറ്റ് ഷൂട്ട് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ വരുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. നേരത്തെ രാവിലെ എത്തുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല നൈസായിട്ട് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാം. അല്ലെങ്കിൽ ആൾക്കാർ കൂടിയിട്ട് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ മനയുടെ റൈറ്റ് സൈഡിൽ ഉണ്ടായിരുന്ന ഒരു വീടാണ് കേട്ടോ. അത് ഇവിടെ നമ്മൾ വിസിറ്റ് ചെയ്തില്ല, ജസ്റ്റ് പുറത്തുനിന്ന് കണ്ടു. അപ്പോൾ ഒരാൾ സുഖമായി ഉറങ്ങുന്ന ആളെയും ഒന്ന് വീഡിയോ എടുത്തു. അങ്ങനെ നേരെ ഇനി നമ്മൾ കൽപ്പാത്തിയിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ ഫ്രണ്ടിൽ വീഡിയോ ഇരുന്ന് ഷൂട്ട് ചെയ്യുന്ന തിരക്കിലായിരുന്നു. ബാക്കിൽ എല്ലാവരും ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കൽപ്പാത്തി എത്തിയപ്പോഴേക്കും നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ ഒക്കെ ആരംഭമാണ്. അപ്പോൾ ഒരുപാട് സെല്ലേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഷോപ്പ് ചെയ്യാനുള്ളതൊക്കെ അവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം മുന്നോട്ട് നടന്നപ്പോൾ ഈ ഒരു അമ്പലം കണ്ട് ഇവിടെ നമ്മൾ തൊഴുതു. അങ്ങനെ കുറച്ചും കൂടെ ദൂരം മുന്നോട്ട് നടന്നപ്പം നമ്മളിതാ ഈ വേറൊരു അമ്പലത്തിലെത്തി. ഇവിടെ നിന്ന് നമുക്ക് പ്രസാദമൊക്കെ കഴിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ശേഷം അമ്പലത്തിന് പുറകിലുള്ളൊരു സ്പോട്ടാണ് കേട്ടോ അത്. ഇവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. അപ്പം അമ്പലത്തിലെ പ്രധാനമായിട്ടുള്ള ഒരാൾ വന്നിട്ട് ഒരുപാട് കഥകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ശേഷം അവിടുന്ന് ക്ലിക്ക് ചെയ്ത ഫോട്ടോസൊക്കെയാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഏരിയയിലേക്ക് പോയി. അവിടെ എല്ലാത്തിൻ്റെയും പ്രൈസ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും പറഞ്ഞു SM സ്ട്രീറ്റിൽ ഇതിനെക്കാട്ടും റേറ്റ് കുറവിൽ കിട്ടുമല്ലോ എന്നുള്ളത്. അങ്ങനെ നമ്മൾ നേരെ വണ്ടിയിലേക്ക് കയറി. ഇനി നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ. ഒരു 1 മണി 1:30 ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ പെരി മന്തി ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളെ തൊട്ട് മുന്നിലുള്ള ആൾക്കാർ ബിരിയാണി ആയിരുന്നു. അവർക്ക് പെട്ടെന്ന് കിട്ടി, നമുക്ക് ഇത്തിരി ലേറ്റായി. എന്നാലും നമ്മൾ കാത്തിരുന്ന് അങ്ങനെ പെരി വന്നു. അപ്പം നമ്മൾ വേഗം കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ തുടക്കത്തിൽ. പക്ഷേ 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് പണി പാളിയെന്ന് മനസ്സിലായത്. കാരണം കാലിക്കറ്റിലുള്ള പെരിക്ക് ഇത്ര എരിവില്ല. നല്ല എരിവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണെന്ന് പൊന്നീച്ച പറന്ന് എരിവായിരുന്നു ഉണ്ടായിരുന്നത്. അതൊരു വിധത്തിൽ കഴിച്ച് അവസാനിപ്പിച്ചിട്ട് വേഗം കോൺ ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചോക്ലേറ്റിൽ. അപ്പം അത് കഴിച്ചു. അപ്പോഴാണ് ഒന്ന് സെറ്റായത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വണ്ടിയിലേക്ക് കയറി. ഇനി നമ്മൾ നേരെ പോകുന്നത് ആലിൻചുവട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെറിയൊരു ട്രാഫിക്കിൽ കുടുങ്ങി. അങ്ങനെ റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോണ്ട് ലുലു മോൾ കണ്ടു കേട്ടോ. അപ്പോൾ പാലക്കാട് ലുലു മോളും കണ്ടു. അങ്ങനെ നേരെ നമ്മൾ ഒരു വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ഡ്രസ്സ് മാറ്റാൻ പറ്റി. അപ്പോൾ അവിടുന്ന് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ആൻഡ് ഇതാണ് കേട്ടോ നമ്മുടെ ടോട്ടൽ ട്രിപ്പിൻ്റെ ടീം വന്നിട്ടുള്ളത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ വണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. വണ്ടി അവിടെ ഇല്ലായിരുന്നു. അപ്പോഴാണ് ഒരു പുളിമരം കണ്ടത്. അപ്പോൾ എല്ലാവരും പുളി പറിക്കാൻ വേണ്ടി ഓടി. അപ്പോൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി ജസ്റ്റ് ടേസ്റ്റ് ചെയ്തു. പിന്നെ അതങ്ങ് കളഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ നേരെ ആലിൻചുവടിലേക്കാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവങ്ങൾക്ക് പകരം മരത്തിനെ ആരാധിക്കുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ ഇത്. അപ്പം എനിക്കിങ്ങനെ മരങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഭയങ്കര വലിയൊരു മരമാണ് കേട്ടോ ഇത്. ആൻഡ് അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. പിന്നെ ഒരുപാട് ആനിമൽസും കുഞ്ഞു പപ്പീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു പപ്പി നന്നായിട്ട് പോസൊക്കെ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. ആളെ ഞാൻ കയ്യിലെടുത്തിട്ട് ഫോട്ടോസൊക്കെ എടുക്കുകയൊക്കെ ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആനിമൽസിനെ. ആൻഡ് ഇതൊക്കെയാട്ടോ ഫോട്ടോസ്. പിന്നെ നമ്മളെല്ലാവരും കൂടെ എടുത്ത ഫോട്ടോസ് ഇതൊക്കെയാണ്. അങ്ങനെ ശേഷം നമ്മൾ അവിടുന്ന് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് നേരെ വണ്ടിയിൽ കയറിയിട്ട് ഇനി നെക്സ്റ്റ് സ്പോട്ട് ഇത് താമരപ്പാടം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ.
അപ്പം ഇവിടെ നമ്മൾ ഒരു ഈവനിങ് ടൈം ആയപ്പോഴേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയുള്ള മലകളും നല്ല സൺസെറ്റും ഉണ്ടായിരുന്നു. ഇവിടെയും അതേപോലെ തന്നെ കുഞ്ഞു പപ്പീസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരെ ഒന്ന് കളിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരെ ഈ ഒരു മെയിൻ ഏരിയയിലേക്ക് പോയിട്ടോ. നല്ല രസമുണ്ടായിരുന്നു സൺസെറ്റ് കാണാനായിട്ട്. ആൻഡ് അവിടെ ഒരുപാട് പൂക്കളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത ഫോട്ടോസ്. അങ്ങനെ കുറച്ച് നേരം താമരപ്പാടത്ത് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വണ്ടിയിലേക്ക് കയറി. അങ്ങനെ ഇപ്പം റീൽ പ്രാക്ടീസ് സെഷനാണ് കേട്ടോ നടക്കുന്നത്. അപ്പം നമ്മൾ വണ്ടിയിലുള്ള എല്ലാവരും കൂടെ ഒരു റീൽ എടുക്കാൻ വേണ്ടി നോക്കണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വൈബ് ചെയ്ത് സെറ്റാക്കി കൊണ്ടുവയ്ക്കുകയാണ്. അപ്പം എനിക്ക് പെട്ടെന്ന് വിശന്നു. അപ്പോൾ എൻ്റെ പുറകിലുള്ള ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, അഞ്ചു നിനക്ക് ബിസ്ക്കറ്റ് വേണോ ചോദിച്ചു. അങ്ങനെ ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ ഈ ഒരു ബിസ്ക്കറ്റ് കഴിക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ ഡാൻസ് കളിക്കാൻ പോയിട്ടോ. ഡാൻസ് പിന്നെ പറയണ്ട, കിട്ടില്ല. എല്ലാവരും ഒരേ വൈബാണ് ഡാൻസിൽ. ആൻഡ് അത് കഴിഞ്ഞിട്ട് നല്ല ലേറ്റായിട്ടാണ് നമ്മൾ ഇവിടെ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഉറക്കത്തു നിന്ന് ഇങ്ങനെ എഴുന്നേറ്റിട്ടാണ് ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നത്. നേരെ നമ്മൾ അൽഫാം മന്തിയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് വെയിറ്റ് ചെയ്തപ്പോൾ മന്തി വന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി. ഓക്കെ, ബൈ.